നമസ്കാരം. നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ട് പ്ലാൻ കിങ്ഡത്തിലെ ക്ലാസിഫിക്കേഷനാണ് ഡിസ്കസ് ചെയ്തത്. ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ക്ലാസിഫിക്കേഷൻ നമ്മൾ പ്ലാന്റ്സിനെ 5ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പെർം, ആൻജിയോസ്പെർം. ഈ ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സുകൾ, ആൽഗേസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, ബ്രയോഫൈറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനിലോട്ടാണ് പോകുന്നത്, ലൈഫ് സൈക്കിൾസ് പ്ലാന്റ്സ്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ 5 ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെയും കോമൺ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. എന്നാലും ഇതിൽ വരുന്ന ലൈഫ് സൈക്കിൾ നമ്മൾ ഓരോ കാര്യം പറയുമ്പോഴും ചില കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഹാപ്ലോയിഡ് ഫേസ്, ഡിപ്ലോയിഡ് ഫേസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ലൈഫ് സൈക്കിൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്? അപ്പോൾ അത് മുതലേ ഓർക്കുക, ആൽഗയുടെ ക്ലാസിഫിക്കേഷൻ, നമ്മൾ ആൽഗയെ ക്ലാസിഫൈ ചെയ്തത് അതിൻ്റെ ക്ലോറോഫിൽ പിഗ്മെൻറ്റിൻ്റെ പ്രസൻസിലാണ് അല്ലേ. ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, അതുപോലെ തന്നെ റോഡോഫൈസിയെ എന്ന് ക്ലാസിഫൈ ചെയ്തു. ദെൻ സെക്കൻഡ് ഗ്രൂപ്പായ ബ്രയോഫൈറ്റ്സിനെ 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. എന്തിനനുസരിച്ചിട്ട് അതിൻ്റെ സ്ട്രക്ചർ അതെങ്ങനെ കാണുന്നു അതിനനുസരിച്ചിട്ട് ലിവർ വെട്ടെന്നും മോസ് എന്നും തിരിച്ചു. ജിംനോസ്പെർം ഒറ്റൊരു ഗ്രൂപ്പാണ്, അതിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ പറഞ്ഞത് വിത്ത് എക്സാമ്പിൾ. ആൻജിയോസ്പെർംസ് ആണെങ്കിൽ നമ്മുടെ ഹയർ പ്ലാന്റ്സ്, ഫ്ലവറിംഗ് പ്ലാന്റ്, അവിടെ നോട്ട് ചെയ്യേണ്ടത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ആ ഫ്ലവറും സ്ട്രക്ചറും കാര്യങ്ങളാണ്, എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടത്തുന്നത്, പോളിനേഷൻ്റെ ഭാഗമൊക്കെ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് പോവാണ്, ലൈഫ് സൈക്കിൾസ് ഓഫ് പ്ലാന്റ്. എങ്ങനെയാണ് ഒരു പ്ലാന്റ് അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുക? എല്ലാ പ്ലാന്റ്സിലും 2 തരത്തിലുള്ള സെല്ലുകൾ നമുക്ക് കാണാൻ പറ്റും. ഏത് പ്ലാന്റ് എടുത്ത്, ആൽഗെ ആയിക്കോട്ടെ, ലോവർ ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഹയർ ഗ്രൂപ്പിൽ വരുന്ന ആൻജിയോസ്പെർം ആണെങ്കിലും നമ്മൾ 2 ടൈപ്പ് സെൽസുകൾ കാണാൻ പറ്റും. ഹാപ്ലോയിഡ് സെല്ലെന്നും ഡിപ്ലോയിഡ് സെല്ലെന്നും പറയും. ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ്. ഓക്കെ, ഹാപ്ലോയിഡ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോമസോം നമ്പർ, സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോം ഉള്ളതിനെയാണ് അത് നമ്മൾ N എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്യുക. സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോം ആണെങ്കിൽ നമ്മൾ ഹാപ്ലോയിഡ് എന്ന് പറയുക. അത് ഡബിൾ സെറ്റ് ആണെങ്കിൽ 2N കണ്ടീഷൻ ആണെങ്കിൽ അതിന് ഡിപ്ലോയിഡ് എന്ന് പറയും. ഈ ഹാപ്ലോയിഡ് സെല്ലിൽ നടക്കുന്ന ചേഞ്ചസ്, ഡിവിഷനിലൂടെയാണ് പ്ലാന്റ് ഹാപ്ലോയിഡ് പ്ലാന്റ് ആയിട്ട് മാറുകയും അതേപോലെ തന്നെ ഡിപ്ലോയിഡ് സെല്ലിൽ നടക്കുന്ന ഡിവിഷൻ്റെ ഭാഗമായിട്ട് പ്ലാന്റ് ഡിപ്ലോയിഡ് പ്ലാന്റ് ആയിട്ടും മാറും. ചില ആൽഗേഴ്സിൽ നമുക്ക് ഹാപ്ലോയിഡ് സ്റ്റേജ് മാത്രമേ ചിലപ്പം കാണാൻ കഴിയുള്ളൂ. 1-2 കേസിൽ മാത്രം ഡിപ്ലോയിഡ് ഫേസ് കാണാം. ഹയർ ഗ്രൂപ്പ് ആൻജിയോസ്പെർം, ജിംനോസ്പെർംസ് ഒക്കെ ആണെങ്കിൽ ഡിപ്ലോയിഡ് ഫേസ് ആണ്. നമ്മൾ ബ്രയോഫൈറ്റ്സ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എക്സിബിറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ബ്രയോഫൈറ്റ്സും ടെറിഡോഫൈറ്റ്സും അതിൽ വരുന്ന എല്ലാ ഗ്രൂപ്പും ഒരു ടൈമിൽ ഹാപ്ലോയിഡ് ലൈഫ് സൈക്കിൾ ചെയ്യാം. അതേപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ അത് ഡിപ്ലോയിഡ് ഫേസിലൂടെ ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുക. അതിങ്ങനെ ആൾട്ടർനേറ്റ് ചെയ്ത് വരും. എങ്ങനെയാണ് ആ സ്റ്റേജസ് എന്ന് നോക്കാം, എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഹാപ്ലോയിഡ് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാമറ്റോഫൈറ്റ് ആണ് ഹാപ്ലോയിഡ് സെല്ല്. ഇത് രണ്ടും ഡിവിഷൻ നോക്കുക, 2 ഡിവിഷനിലൂടെയാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്. 2 തരത്തിലുള്ള സെൽ ഡിവിഷനാണ് ഉള്ളത്, മൈറ്റോട്ടിക് ഡിവിഷനും മിയോട്ടിക് ഡിവിഷനും. മൈറ്റോട്ടിക് ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈറ്റോസിസ് എന്ന് പറയുമ്പോൾ വെജിറ്റേറ്റീവ് സെല്ലിൽ നടക്കുന്ന ഡിവിഷനാണ്. 2ാമത്തെ ഡിവിഷനാണ് മിയോസിസ് എന്ന് പറയുന്നത്. മിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് സെല്ലിൽ നടക്കുന്ന ഡിവിഷൻ. 2 തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈറ്റോസിസിലെ വെജിറ്റേറ്റീവ് സെൽ എന്ന് പറയുമ്പോൾ 2N കണ്ടീഷനിലാണ് അതിൻ്റെ ക്രോമസോം നമ്പർ ഇരിക്കുക. ഈ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോം ചെയ്യുന്ന 2 ഡോട്ടർ സെല്ലിലും അതേ പ്രകാരം തന്നെയായിരിക്കും അതിൻ്റെ ക്രോമസോം നമ്പർ വരിക. 2N കണ്ടീഷനിലുള്ള മദർ സെൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡോട്ടർ സെല്ലിലും 2N കണ്ടീഷൻ തന്നെയായിരിക്കും ക്രോമസോം ഉണ്ടാവുക. അതേസമയം മിയോസിസ് ആണെങ്കിൽ അത് 2N കണ്ടീഷനിൽ ഇരിക്കുന്ന മദർ സെൽ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് റെഡ്യൂസ് ചെയ്യപ്പെടും. N എന്ന് പറയുന്ന 2 രീതിയിലത് മാറും, N-ഉം N-ഉം ആയിട്ട് മാറും. റിഡക്ഷൻ ഡിവിഷൻ ഇത് എന്തിനാന്ന് വെച്ചാൽ മിയോട്ടിക് ഡിവിഷൻ റീപ്രൊഡക്റ്റീവ് സെല്ലിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. റീപ്രൊഡക്റ്റീവ് സെല്ല് 2, മെയിൽ റീപ്രൊഡക്റ്റീവ് സെല്ലും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സെല്ലും ഉണ്ട്. മെയിൽ ഗ്യാമേറ്റും ഉണ്ട്, ഫീമെയിൽ ഗ്യാമേറ്റും ഉണ്ട്. 2ൻ്റെയും ഫ്യൂഷനാണ് അവിടെ നടക്കുക. അപ്പോൾ ഫ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതേ പ്രകാരം ആദ്യം എങ്ങനെയാണോ ഒരു സെല്ലിലുള്ളത് അതേ പ്രകാരം കിട്ടണം. അതുകൊണ്ടാണ് ഈ എന്ത് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ 2N റെഡ്യൂസ് ചെയ്യുമ്പോൾ N-ഉം N-ഉം ആയിട്ട് മാറും. ഒരു മെയിൽ ഗ്യാമേറ്റിൽ N കണ്ടീഷനായിരിക്കും, അതേപോലെ ഫീമെയിൽ ഗ്യാമേറ്റിലും N കണ്ടീഷനായും. 2ഉം കൂടെ ഫ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൈഗോട്ടിൽ എന്താകും, 2N കണ്ടീഷനാകും. ഫസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി. അത്
ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് മിയോസിസിൽ എന്ത് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്ത് പോകുന്നത്, ഹാഫായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. എങ്ങനെയാണ് സ്റ്റേജസ്, മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. ഓർക്കുക, മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ വെജിറ്റേറ്റീവ് സെല്ലിൽ, നമ്മുടെ സാധാരണ മറ്റ് സെല്ലുകളിലൊക്കെ നടക്കുന്ന ഗ്രോത്ത് സെല്ലിലൊക്കെ നടക്കുന്നത് എന്താണ്, മൈറ്റോസിസ് ആണ്. മിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് സെൽസിൽ മെയിൽ ഗ്യാമേറ്റിനെയും ഫീമെയിൽ ഗ്യാമേറ്റിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സ്റ്റേജിലാണ് മിയോട്ടിക് ഡിവിഷൻ നടക്കുക. ഓക്കെ, ഈ രീതിയിലാണ് സൈക്കിള് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഹാപ്ലോയിഡും ഡിപ്ലോയിഡും സെല്ല്. ഹാപ്ലോയിഡ് സെല്ല് ഹാപ്ലോയിഡ് പ്ലാന്റിനെയും പ്രൊഡ്യൂസ് ചെയ്യും, ഡിപ്ലോയിഡ് സെല്ല് ഡിപ്ലോയിഡ് പ്ലാന്റിനെയും പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഹാപ്ലോയിഡ് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാമറ്റോഫൈറ്റ് ആണ്. ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലിനെയാണ് എന്ത് പറയുക, ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയാം. അത് മെയിൽ ഗ്യാമേറ്റും ഉണ്ട് ഫീമെയിൽ ഗ്യാമേറ്റും ഉണ്ട്. മൈറ്റോട്ടിക് ഡിവിഷനിലൂടെ ഗ്യാമറ്റോഫൈറ്റ് എന്ത് ചെയ്യും, ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഗ്യാമേറ്റ് ട്വിൻ കണ്ടീഷൻ തന്നെയായിരിക്കും, മെയിലും ഫീമെയിലും ആയതുകൊണ്ട് എന്ത് ചെയ്യും, N ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഗ്യാമേറ്റ് പിന്നീട് എന്തായിട്ട് മാറും, സൈഗോട്ടായിട്ട് മാറും. എങ്ങനെ, മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യും. ഈ സൈഗോട്ടിലൂടെയാണ് അടുത്ത ഡെവലപ്മെൻറ്റ് നടക്കുക. സൈഗോട്ട് എന്തായിട്ട്, ഗ്യാമേറ്റ് സൈഗോട്ടായിട്ട് മാറുമ്പോൾ സൈഗോട്ട് പിന്നീട് എന്ത് ചെയ്യും, സൈഗോട്ടിൻ്റെ കണ്ടീഷൻ 2n കണ്ടീഷനാണ്. സൈഗോട്ട് പിന്നീട് മൈറ്റോട്ടിക്കലി ഡിവിഷൻ നടന്നുകൊണ്ട് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും, സ്പോറോഫൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്പോറോഫൈറ്റ് പിന്നീട് അതിൽ നടത്തുന്ന മിയോസിസിലൂടെ ഹാപ്ലോയിഡ് ആയിട്ട്, ഇപ്പം ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് പിന്നെ നടത്തുന്നത് എന്താണ്, ഡിപ്ലോയിഡ് സ്റ്റേജാണ്. ഡിപ്ലോയിഡ് ആകുമ്പോൾ അത് N സ്റ്റേജിലിരിക്കുന്ന സ്പോറായിട്ട് മാറും. ഓക്കെ, ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഗ്യാമറ്റോഫൈറ്റ് ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന ഡിവിഷൻ എന്ന് പറയുന്നത് മൈറ്റോട്ടിക് ഡിവിഷനാണ്. മൈറ്റോട്ടിക് ഡിവിഷൻ ഗ്യാമേറ്റ് പ്രൊഡ്യൂസ്, അപ്പോൾ രണ്ടും വന്നു. നമ്മുടെ ഏത് വന്നു, ഗ്യാമറ്റോഫൈറ്റും വന്നു സ്പോറോഫൈറ്റും വന്നു. ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത്, ആ ഹാപ്ലോയിഡ് സെല്ല് ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാം. ഈ ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റിനെ നമ്മൾ എന്ത് പറഞ്ഞു, ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞു. ഈ ഗ്യാമറ്റോഫൈറ്റ് പിന്നീട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക, ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ഗ്യാമേറ്റ് പിന്നെ എന്തായിട്ട് മാറുക, സൈഗോട്ടായിട്ട് മാറുക. സൈഗോട്ട് മൈറ്റോട്ടിക് ഡിവിഷനിലൂടെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുക. ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്പോറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റിനെയാണ് സ്പോറോഫൈറ്റ് എന്ന് പറയാം. നമ്മൾ ടെറിഡോഫൈറ്റിലാണ് കൂടുതൽ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ആ ടെറിഡോഫൈറ്റ് ഒക്കെ എന്താണ്, സ്പോറോഫൈറ്റിക് ജനറേഷനാണ്. ഫസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ സ്പോറോഫൈറ്റിൽ നിന്നാണ്. അപ്പോൾ ഈ സ്പോറോഫൈറ്റിക് പ്ലാന്റ് പിന്നീട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. ഡിപ്ലോയിഡ് ആയതുകൊണ്ട് ഇതിൻ്റെ കണ്ടീഷൻ എന്താണ്, 2n ആണ്. ഡിവൈഡ് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, സ്പോറ് പ്രൊഡ്യൂസ് ചെയ്യും. എങ്ങനെയുള്ള സ്പോറ്, ഹാപ്ലോയിഡ് സ്റ്റേജിലുള്ള സ്പോറ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹാപ്ലോയിഡ് സ്റ്റേജിലുള്ള സ്പോറ് പിന്നീട് ജെർമിനേറ്റ് ചെയ്തിട്ട് എന്തായിട്ടാണ് മാറുക, ഗ്യാമറ്റോഫൈറ്റ് ആയിട്ടാണ് മാറുക. തിരിച്ചു വന്നു അല്ലേ, ഏതിലേക്ക് വന്നു, ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് വന്നു. അപ്പോൾ ഇത് സൈക്കിളായിട്ട് മാറി, റൊട്ടേറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുക. ഏതിൽ നിന്ന് തുടങ്ങിയോ അതിലേക്ക് തന്നെ തിരിച്ച് എത്തുക. അപ്പോൾ ചില പ്ലാന്റ്സ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു സ്റ്റേജ് മാത്രമേ കാണിക്കുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്ലോയിഡ് സ്റ്റേജ് മാത്രം കംപ്ലീറ്റ് ചെയ്യുക. അവരുടെ ലൈഫ് സൈക്കിൾ ഒന്നേ കാണുള്ളൂ. ചില പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്ലോയിഡ് സ്റ്റേജസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഈ ചില പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പ് തന്നെയാണ്. ആൽഗയും ബ്രയോഫൈറ്റ്സും ഒക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം ലൈഫ് സൈക്കിൾ കാണിക്കുന്നത്. ആൽഗേസിലാണെങ്കിൽ കാണിക്കുന്നതെല്ലാം ഓൾമോസ്റ്റ് എല്ലാവരും ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്നാണ് പറയുക. ഹാപ്ലോയിഡ് ലൈഫ് സൈക്കിൾ എന്നല്ല പറയുക, ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്നാണ്. ഹാപ്ലോണ്ടിക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫോട്ടോസിന്തറ്റിക് സ്റ്റേജിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഗ്യാമറ്റോഫൈറ്റ് ആണ്. ഗ്യാമറ്റോഫൈറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഗ്യാമറ്റോഫൈറ്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ ഗ്യാമേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ട് തരം ഗ്യാമേറ്റ് ഉണ്ട് അല്ലേ, മെയിൽ ഗ്യാമേറ്റും ഉണ്ട് ഫീമെയിൽ ഗ്യാമേറ്റും ഉണ്ട്. ഏത് കണ്ടീഷനിൽ വരികയാണ്, ഹാപ്ലോയിഡ് കണ്ടീഷനിൽ തന്നെ വരികയാണ്. ഈ രണ്ട് ഗ്യാമേറ്റുകളും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുക, സൈഗോട്ട് ഫോം ചെയ്യുക.
സൈഗോട്ടിൻ്റെ കണ്ടീഷൻ എന്തായി? ഡിപ്ലോയിഡ് ആയിട്ട് മാറി. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഹാപ്ലോയിഡ്, ഗ്യാമറ്റോഫൈറ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. പിന്നീട് എന്താവും? ഈ സൈഗോട്ട് അതിൻ്റെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അടുത്തതിലേക്ക് പോവുക. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, ലൈഫ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാപ്ലോയിഡ് സ്റ്റേജസിലൂടെ ആണെങ്കിൽ അത്തരം സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹാപ്ലോയിഡിക് സൈക്കിൾ അല്ലെങ്കിൽ ഹാപ്ലോയിഡിക് ഫേസ് എന്ന് പറയാം. ഓക്കെ, എല്ലാ ആൽഗേസിലും 1-2 ആൽഗേസിൽ നിന്നും വ്യത്യാസമുണ്ട്, ആൾട്ടർനേഷൻ കാണിക്കുന്നുണ്ട്, 2 ലൈഫ് സൈക്കിളും കാണിക്കുന്നുണ്ട്. എന്നാലും മോസ്റ്റ് ഗ്രൂപ്പും എന്താണ്? ഹാപ്ലോയിഡിക് സൈക്കിളാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിപ്ലോയിഡ്. രണ്ടാമത്തെ സൈക്കിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്ലോയിഡിക് സൈക്കിളാണ്. ഡിപ്ലോയിഡിക് സൈക്കിൾ. ഡിപ്ലോയിഡിക് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? ഡിപ്ലോയിഡ് സ്റ്റേജസ് ആണ് വരിക അല്ലേ? ഡിപ്ലോയിഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് എന്താണ്? സ്പോറോഫൈറ്റ് ആണ്. സ്പോറോഫൈറ്റ് ആണ് ഡിപ്ലോയിഡ് സ്റ്റേജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് അത് ഡിപ്ലോയിഡ് എന്ന് ചോദിച്ചാൽ അത് സൈഗോട്ടിൽ നിന്നാണ് സ്പോറോഫൈറ്റ് ഉണ്ടാവുന്നത്. സൈഗോട്ട് എന്താണ്? ഡിപ്ലോയിഡ് സ്റ്റേജ് ആണ്, 2n കണ്ടീഷനിലാണ്. അപ്പോൾ 2n കണ്ടീഷനിലുള്ള സൈഗോട്ട് 2n കണ്ടീഷനോട് കൂടിയ, അതായത് മൈറ്റോട്ടിക് ഡിവിഷനോട് കൂടി തന്നെയാണ് എന്തായിട്ട് മാറുന്നത്? സ്പോറോഫൈറ്റ് ആയി മാറുന്നത്. ഈ സ്പോറോഫൈറ്റിൽ നിന്നും പിന്നീട് റിഡക്ഷൻ ഡിവിഷനൊക്കെ നടന്നിട്ട് എന്തായിട്ട് മാറുക? ഗ്യാമേറ്റിലോട്ട് പോവുക. ഫോട്ടോസിന്തറ്റിക് സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ്, അതിൻ്റെ പ്രിലിമിനറി സ്റ്റേജ്, സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്തായിരിക്കും? സ്പോറോഫൈറ്റ് ആയിരിക്കും. സ്പോറിലൂടെയാണ് അത് ജെർമിനേറ്റ് ചെയ്ത് വരിക. അത്തരം കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിപ്ലോയിഡിക് സ്റ്റേജ് എന്ന് പറയുക. സ്പോറോഫൈറ്റിക് പ്ലാന്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? ഹാപ്ലോയിഡ് സ്പോറാണ്. സ്പോർ ഇത് 2n കണ്ടീഷൻ ആണെങ്കിൽ അത് സ്പോർ എന്താണ്? n കണ്ടീഷനാണ്. സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുക. സ്പോർ പിന്നീട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്തുകൊണ്ട് ഗ്യാമറ്റോഫൈറ്റ് ആയിട്ട് മാറുക. ഗ്യാമറ്റോഫൈറ്റ് ആയിട്ട് മാറുക. ഈ ഒരു കണ്ടീഷനാണ് ഡിപ്ലോയിഡിക് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ, രണ്ടും അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. അത് നമ്മൾ ബ്രയോഫൈറ്റ്സിലും ടെറിഡോഫൈറ്റ്സിലും ആണ് പറഞ്ഞത് അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എക്സിബിറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അതാണ് ഹാപ്ലോ ഡിപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ. ഹാപ്ലോ ഡിപ്ലോയിഡിക് സൈക്കിൾ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്തായിരിക്കും? ഹാപ്ലോയിഡ് സ്റ്റേജ് ആയിരിക്കും. രണ്ടാമതാണ് ഏതിലേക്ക് വരിക? ഡിപ്ലോയിഡ് സ്റ്റേജിലേക്ക് വരിക. ദെൻ സൈക്കിൾ ആയതുകൊണ്ട് അത് പിന്നീട് ഏതിലേക്ക് തന്നെ തിരിച്ചെത്തും? ഹാപ്ലോയിഡ് സ്റ്റേജിലേക്ക് തന്നെ തിരിച്ചെത്തും. ഓക്കെ, അപ്പോൾ ഹാപ്ലോയിഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്? ഗ്യാമറ്റോഫൈറ്റ് ആണ് അല്ലേ? നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് അതാണ്. പ്ലാന്റ് ഹാപ്ലോയിഡ് സെല്ലിൽ നിന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗ്യാമറ്റോഫൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്യാമേറ്റ് എന്ന് പറയുന്ന പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഗ്യാമേറ്റ് എന്ന് പറയുന്ന സെല്ലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്, അതാണ് ഗ്യാമറ്റോഫൈറ്റ്. ഗ്യാമറ്റോഫൈറ്റ് ആണ് ഫസ്റ്റ് ഫോം ചെയ്യുന്നത്. ഈ ഗ്യാമറ്റോഫൈറ്റ് മെയിൽ ഗ്യാമേറ്റിനെയും ഫീമെയിൽ ഗ്യാമേറ്റിനെയും പ്രൊഡ്യൂസ് ചെയ്യുക, രണ്ടും തമ്മിൽ ഫ്യൂസ് ചെയ്യുക, സൈഗോട്ട് ഫോം ചെയ്യുക 2n കണ്ടീഷനിൽ. ഈ സൈഗോട്ട് അപ്പോൾ എന്ത് സ്റ്റേജ് കഴിഞ്ഞു? ഹാപ്ലോയിഡ് സ്റ്റേജ് അവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ എന്തിലേക്കാണ് പോകുന്നത്? ഡിപ്ലോയിഡ് സ്റ്റേജിൽ. അപ്പോൾ ആര് പ്രൊഡ്യൂസ് ചെയ്യണം? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അത് ആര് കൊടുക്കും? ഈ സൈഗോട്ട് കൊടുക്കും. സൈഗോട്ട് പിന്നീട് എന്ത് ചെയ്യും? മൈറ്റോട്ടിക് ഡിവിഷനിലൂടെ തന്നെയാണ്, 2n കണ്ടീഷൻ അവിടെ മാറുന്നില്ല. മൈറ്റോസിസ് നടന്നിട്ട് എന്തായിട്ട് മാറും? ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ആയിട്ട് മാറും. സ്പോറോഫൈറ്റ് ആയിട്ട് മാറും. ഈ സ്പോറോഫൈറ്റിൽ പിന്നീട് നടക്കുന്നത് മിയോസിസ് ആണ്, റിഡക്ഷൻ ഡിവിഷനാണ്. എന്നിട്ട് എന്താവുക? സ്പോറ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ സൈക്കിളിലേക്ക് എത്തി, ഡിപ്ലോയിഡ് സ്റ്റേജിലേക്ക് എത്തി. ഇനി ഈ സ്പോർസ് പിന്നെ ജെർമിനേറ്റ് ചെയ്തിട്ട് ഏതിലേക്ക് തന്നെ വരിക? ഹാപ്ലോയിഡ് സ്റ്റേജിലേക്ക് തന്നെ വന്നിട്ട് ഗ്യാമറ്റോഫൈറ്റ് ആയിട്ട് മാറുക. അപ്പം തീർന്നില്ല, സൈക്കിൾ പിന്നെയും റൊട്ടേറ്റ് ചെയ്തു. ഗ്യാമറ്റോഫൈറ്റ് എത്തി. ഗ്യാമറ്റോഫൈറ്റ് ആയി കഴിഞ്ഞാൽ എന്താവും? പിന്നെയും ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, സൈഗോട്ട് ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്യും, സൈഗോട്ടായിട്ട് മാറും. സൈഗോട്ട് മൈറ്റോട്ടിക്കലി ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ആയിട്ട് മാറും. ആ സ്പോറോഫൈറ്റ് മിയോട്ടിക് ഡിവിഷനിലൂടെ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. സ്പോർസ് പിന്നെ എന്തായിട്ട് ഡെവലപ്പ് ചെയ്യും? ഗ്യാമറ്റോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. അത് ആ സൈക്കിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും. ഈ ഗ്രൂപ്പ് കാണുന്നത് ചില ആൽഗേസിൽ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പിന്നെ പോളിസേഫോണിയം എന്ന് പറയുന്ന ഒരു ആൽഗേസ് ഉണ്ട്. ആ ആൽഗേസിലൊക്കെയാണ് ഈ സ്റ്റേജ് കാണുക.
ആൻജിയോസ്പേമിലും ജിംനോസ്പേംസിലും ഒക്കെ സാധാരണ ഡിപ്ലോയിഡ് സ്റ്റേജസ് ആണ് കാണുക. അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ 1-2 ബ്രയോഫൈറ്റ്സിലും അതുപോലെ തന്നെ ടെറിഡോഫൈറ്റിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. അപ്പോൾ അൾട്ടർനേറ്റ് ചെയ്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ടൈം ഒരേ ലൈഫ് സൈക്കിൾ തന്നെ 2 സ്റ്റേജസും കാണിക്കാം. ഒന്നുകിൽ ഹാപ്ലോയിഡ് ഫസ്റ്റ് സ്റ്റേജ് ഏതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഹാപ്ലോയിഡ് സ്റ്റേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, അത് ഡിപ്ലോയിഡിലേക്ക് പോവുക, തിരിച്ച് ഹാപ്ലോയിഡിലേക്ക് വരിക. അതിങ്ങനെ സൈക്കിളായിട്ട് മാറി മാറി വരുന്നതിനെയാണ് നമ്മൾ പ്ലാന്റ്സിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് വരുന്നത് പ്ലാന്റ്സ്. അപ്പോൾ ആൽഗേസിൻ്റെയും ബ്രയോഫൈറ്റ്സിൻ്റെയും ജിംനോസ്പേംസിൻ്റെയും ഒക്കെ എന്താണ് ലൈഫ് സൈക്കിള് ഈ രീതിയിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ 2 തരം ഡിവിഷൻ ഉണ്ട്, മൈറ്റോട്ടിക് ഡിവിഷനും മിയോട്ടിക് ഡിവിഷനും പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ സെൽ അനാട്ടമിയിൽ നമ്മൾ സൈറ്റോട്ടിക് ഡിവിഷനിൽ സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അതിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ 2 ഫേസസും ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് പോലെയുള്ള ഫേസ് എന്താണെന്ന് ഓർത്ത് വെക്കുക. ക്രോമസോം നമ്പർ എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്, റിഡക്ഷൻ ഡിവിഷൻ എന്നാണ് മിയോട്ടിക് ഡിവിഷനെ പറയുക. അത് മാറിപ്പോവരുത്, മൈറ്റോസിസും മിയോസിസും. ഹാപ്ലോയിഡ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, മൈറ്റോട്ടിക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുക, ഡിപ്ലോയിഡ് പിന്നെ റെഡ്യൂസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, മിയോസിസിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു പാർട്ട് ഏത് പ്ലാന്റ് കിങ്ഡത്തിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ, ആൽഗേസിൻ്റെ ക്ലാസിഫിക്കേഷനും ബ്രയോഫൈറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനോട് കൂടി അത് ലൈഫ് സൈക്കിൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു, ടെറിഡോഫൈറ്റ് എന്താണ്, ജിംനോസ്പേം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ ആണുള്ളത്. അടുത്ത ചാപ്റ്റർ മോർഫോളജിയാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് തുടങ്ങിയ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ തുടങ്ങിയത്. ബയോളജി ക്ലാസിഫിക്കേഷനിൽ വിട്ടേക്കറുടെ ക്ലാസിഫിക്കേഷൻ അതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറഞ്ഞു അല്ലേ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നമ്മൾ എന്ത് ചെയ്തു, അരിസ്റ്റോട്ടിൽ തുടങ്ങി വെച്ച ക്ലാസിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഈ ലിവിങ് ഓർഗാനിസത്തിനെ 5 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. 5 ഗ്രൂപ്പ് ഏതൊക്കെയാണ്, കിങ്ഡം മൊണീറ, പ്രോട്ടിസ്റ്റേ, ഫഞ്ചേ, പ്ലാന്റേ, ഏനിമലിയ, ഇതാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ മൊണീറയും പ്രോട്ടിസ്റ്റയും ഫഞ്ചയും നമ്മൾ ക്ലാസിഫിക്കേഷനിൽ തന്നെ ഡിസ്കസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് പ്ലാൻ കിങ്ഡം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ 5 ഗ്രൂപ്പുകളെ തിരിച്ചു. ആനിമൽ കിങ്ഡം നിങ്ങൾ സുവോളജിയിൽ ഡിസ്കസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്നുള്ളത് നോക്കാം. പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പ്ലാന്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞത്. എങ്ങനെയാണ് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തതെന്ന് പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനാണ് അല്ലേ. അപ്പോൾ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പ്ലാന്റ്സിന് ജസ്റ്റ് അതിൻ്റെ മോർഫോളജിക്കൽ എക്സ്പ്രഷൻസ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് എന്തുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തു, മോർഫോളജി മാത്രമല്ല അനാട്ടമിയും കൂടെ പരിഗണിച്ച് നോക്കാം എന്നുള്ള രീതിയിൽ നമ്മുടെ രണ്ടാമത്തെ സിസ്റ്റം കൊണ്ടുവന്നു, ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ മോർഫോളജി പറയുകയാണെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ സിസ്റ്റമാണ്. പിന്നീട് നമ്മൾ അനാട്ടമിയും കൂടെ കൺസിഡർ ചെയ്തു. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. പിന്നീട് നമ്മൾ പറഞ്ഞത് ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസിഫൈ ചെയ്തു. അതിനെയാണ് നമ്മൾ ഫൈലോജെനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. പിന്നീട് ഒരുപാട് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞതാണ്, കീമോടാക്സോണമി, സൈറ്റോടാക്സോണമി എന്ന് പറഞ്ഞ കെമിക്കൽസിൻ്റെ പ്രസൻസിനും സെല്ലിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്തു, പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തു. ഇങ്ങനെ എല്ലാം വെച്ച് നമ്മൾ പ്ലാന്റിനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ നമ്മൾ പ്ലാന്റ്സിനെ എന്ത് ചെയ്തു, 5 ഗ്രൂപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ലോവർ ഗ്രൂപ്പിൽ നിന്നും ഹയർ ഗ്രൂപ്പ് എന്ന രീതിയിൽ അതിനെ എന്ത് ചെയ്തു, കാറ്റഗറൈസ് ചെയ്യുകയും ചെയ്തു. ഫസ്റ്റ് ഗ്രൂപ്പായ ആൽഗേസ്, വാട്ടറിൽ മാത്രം കാണപ്പെടുന്ന, മാർഷി പ്ലേസിൽ ചില ഏരിയയിൽ മാത്രം കാണപ്പെടുന്ന ഗ്രൂപ്പാണ് നമ്മൾ ആൽഗേസിൽ ഡിസ്കസ് ചെയ്തത്. ആൽഗയുടെ കോമൺ ഫീച്ചറും ആൽഗയെ ക്ലോറോഫിലിൻ്റെ പ്രസൻസിലുള്ള ക്ലാസിഫിക്കേഷനും നമ്മൾ പറഞ്ഞു, ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ. അപ്പം നമ്മൾ രണ്ടാമത് പഠിച്ചത് ബ്രയോഫൈറ്റ്സ് ആണ് അല്ലേ. ബ്രയോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഓർക്കുക, ആംഫിബിയൻസ് ഓഫ് ദ പ്ലാൻ കിങ്ഡം എന്നാണ് ബ്രയോഫൈറ്റ്സിനെ പറയുക. അപ്പോൾ ബ്രയോഫൈറ്റ്സിൽ നമ്മൾ ഫീച്ചേഴ്സും പറഞ്ഞു, 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രോസ്ട്രേറ്റ് ആയിട്ട് കാണുന്ന ലിവർ വേർട്ട് എന്നും ഇറക്റ്റ് ആയിട്ട് കാണുന്ന മോസ് എന്നും. അതിൻ്റെ 2 ഫീച്ചേഴ്സും നമ്മൾ എക്സാമ്പിളോട് കൂടെ പഠിച്ചു കഴിഞ്ഞതാണ്. നമ്മൾ മൂന്നാമത് പഠിച്ചത് ടെറിഡോഫൈറ്റ്സ് ആണ്.
ടെറിഡോഫൈറ്റ്സിലാണ് നമ്മൾ വാസ്കുലാർ പ്ലാന്റ്സ് അല്ലെ, കണ്ടക്റ്റിംഗ് ടിഷ്യൂസ് സൈലവും ഫ്ലോയവും കണ്ടു തുടങ്ങുന്നതെന്നും കുറച്ചും കൂടെ അതിൻ്റെ അനാട്ടമി എന്താണ് ഡെവലപ്ഡ് ആയിട്ടും ഡിസ്കസ് ചെയ്തത്. ദെൻ ജിംനോസ്പേമാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത്. ജിംനോസ്പേമിലാണ് കുറച്ചൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കാനുള്ള. ജിംനോസ്പേം നമ്മൾ 1 by 1 ആയിട്ട് പഠിക്കുന്നുണ്ട്. അതുവരെ ടെറിഡോഫൈറ്റ് വരെ നമ്മൾ താലസ് എന്ന് പറയുന്ന ഒരു ടേം ആയിട്ട് പറയുന്നത്. പ്ലാന്റ് ബോഡിയെ എന്ത് ചെയ്തിട്ടില്ല, റൂട്ട് എന്നോ സ്റ്റെം എന്നോ ലീഫ് എന്നോ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. മറിച്ച് ജിംനോസ്പേമും ആൻജിയോസ്പേമും എന്താണ്, പ്ലാന്റ് ബോഡി താലസ് അല്ല പ്ലാന്റ് എന്ന് തന്നെയാണ് പറയുന്നത്. റൂട്ടും സ്റ്റെമ്മും ലീഫും, ആൻജിയോസ്പേമിലാണെങ്കിൽ ഫ്ലവറും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോന്നും നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. റൂട്ട് സിസ്റ്റം എങ്ങനെയാണ്, സ്റ്റെം എങ്ങനെയാണ്, ലീഫ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഇവിടെ ക്വസ്റ്റ്യൻ ജിംനോസ്പേമിൽ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വരിക അതിൻ്റെ ലീഫിൻ്റെ സ്ട്രക്ചർ, അതൊരു പ്രത്യേകതയാണ്. ജിംനോസ്പേം കോമൺ ആയിട്ട് കാണുന്നത് നല്ല ടെമ്പറേച്ചർ കൂടിയ ഏരിയയിലാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയതായതുകൊണ്ട് തന്നെ ഇവോപ്പറേഷൻ്റെ റേറ്റ് കൂടും. അത് കുറക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റിനുള്ള ഒരു അഡാപ്റ്റേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്റ്റൊമാറ്റയുടെ. അത് എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. സങ്കൺ ടൈപ്പ് സ്റ്റൊമാറ്റ എന്താണ്, അല്ലെങ്കിൽ ജിംനോസ്പേമിൻ്റെ ലീഫ് എന്തുകൊണ്ടാണ് നീഡിൽ ഷേപ്പിൽ കാണുന്നത്, ലാമിനാർ പോർഷൻ റെഡ്യൂസ് ചെയ്തത് എന്തിനാണ്, അതൊക്കെ ഓർത്ത് വെക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്, സ്റ്റൊമാറ്റയുടെ നമ്പർ റെഡ്യൂസ് ചെയ്യുക, നമ്പർ കുറയ്ക്കുക, അതിലൂടെ എന്ത് മാറ്റുക, ഈ ട്രാൻസ്പിറേഷൻ്റെ റേറ്റും കുറയ്ക്കുക, അത് വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു അഡാപ്റ്റേഷൻ ജിംനോസ്പേംസിൽ. പിന്നെ നമ്മൾ ജിംനോസ്പേമിൽ പഠിച്ചത് മൈക്കോറൈസൽ അസോസിയേഷൻ. അതും എക്സാമിന് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. എന്താണ് ഫംഗൽ അസോസിയേഷൻ, നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചില ബാക്ടീരിയ ഫംഗസുകൾ ജിംനോസ്പേമിൻ്റെ റൂട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്നുണ്ട്. അത്തരം റൂട്ടിനെ കോറലോയിഡ് റൂട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോറലോയിഡ് റൂട്ട് എന്താണെന്നും അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളതും ക്വസ്റ്റ്യനായിട്ട് വരാം. അതും ഒന്ന് സ്ട്രെസ് ചെയ്ത് ഓർത്ത് വെക്കാം. പിന്നീട് ജിംനോസ്പേമിൻ്റെ നമ്മൾ റീപ്രൊഡക്ഷനാണ് പറഞ്ഞത്. റീപ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ സെക്ഷലും നമ്മൾ എല്ലാത്തിലും പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷേ ഈ 2 കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കാം. ദെൻ ആൻജിയോസ്പേംസിൽ നമ്മൾ കൂടുതലായി ലാസ്റ്റ് പാർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റെമ്മും ലീഫും റൂട്ടൊക്കെ കോമൺ ആയിട്ട് പറഞ്ഞിട്ടെങ്കിൽ അതിൻ്റെ ഫ്ലവർ, സ്ട്രക്ചർ, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് നമ്മൾ അതുവരെ പറഞ്ഞില്ല. കാർപ്പൽ എന്നും സ്റ്റേമൻ എന്നും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. മെയിൽ സെക്സ് ഓർഗനെ നമ്മൾ സ്റ്റേമൻ ആന്തർ എന്നും ഫീമെയിൽ സെക്സ് ഓർഗനെ കാർപ്പൽ എന്നും പറഞ്ഞു. അതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു. അതിലെങ്ങനെയാണ് ഗ്യാമേറ്റ് ഫോം ചെയ്യുന്നത്, ഫ്യൂസ് ചെയ്യാനുള്ള മാർഗം എന്താണ്, പോളിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഏരിയയിൽ നിന്നായിരിക്കും ആൻജിയോസ്പേമിനെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് കാണുക. ദെൻ ലാസ്റ്റ് പാർട്ടായ ലൈഫ് സൈക്കിൾ നമ്മൾ ഡയഗ്രാംസിലൂടെ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിലൂടെ ക്വസ്റ്റ്യൻസ് വരാം. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് സെക്കൻഡ് ചാപ്റ്റർ പ്ലാന്റ് കിങ്ഡം ഒന്ന് നല്ല രീതിയിൽ സ്ട്രെസ് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ മോർഫോളജിയാണ് പഠിക്കാനുള്ളത്. മോർഫോളജി, അനാട്ടമി, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയാണ്. ക്ലാസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. പ്ലാന്റിൻ്റെ ജനറൽ ഫീച്ചേഴ്സ് വരെയാണ് ഈ 2 ചാപ്റ്ററിൽ ഉൾക്കൊള്ളുന്നത്. ഇനിയാണ് 1 by 1 ആയിട്ട് നമ്മൾ പ്ലാന്റ്സിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അത് നെക്സ്റ്റ് ചാപ്റ്റർ മുതലാണ് ഓരോ ചാപ്റ്ററായിട്ട് നമ്മളിനി പഠിച്ചോളൂ. ഓക്കെ.